എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണത്തിലേക്ക് കിടക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ. അടുത്തതിൽ ഞാൻ ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ സംഭവിക്കുന്ന രീതി വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം കുറേ കൂടെ അത്രയും പ്രാധാന്യം ഇല്ലാത്ത എന്നാൽ പൊതുജനത്തിന് ഗുണപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അതിനടുത്തുള്ള വീഡിയോയിൽ പറയാം. അപ്പം 5 മണിക്കൂർ ഇടവേളകളിൽ നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 8:30 കഴിച്ചാൽ ഉച്ചയ്ക്ക് 1:30 നമുക്ക് വിശക്കാൻ പാകത്തിന് ഗ്ലൂക്കോസ് താഴും. അതിൻ്റെ ഇടവേളകളിൽ 2.5 മണിക്കൂറാകുമ്പോൾ ലഘുവായിട്ട് ഗ്ലൂക്കോസ് താഴുന്നുണ്ടെന്നാണല്ലോ ഞാൻ പറഞ്ഞു വെച്ചത്. ഇതിൻ്റെ അളവാണ് കോവിഡിന് ശേഷം 15 തൊട്ട് 20 വരെ മടങ്ങായി മാറിയിരിക്കുന്നത്. ഇറ്റ്സ് എൻ അഡാപ്റ്റേഷൻ. കൊറോണ പോലെ മറ്റ് വൈറസുകളെക്കാളും നമ്മളിതുവരെ കണ്ട മറ്റ് വൈറസുകളെക്കാളും ഓൺ ആവറേജ് 2000-3000 മടങ്ങ് സ്പീഡ് കൂടിയ വൈറസ് ആയതുകൊണ്ട് പുള്ളി 3000 കൈകൊണ്ട് ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്ന് വരാൻ എത്തുമ്പോൾ നമ്മുടെ സെല്ലുകളുടെ ഉപരിതലത്തിലെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സിന് എണ്ണം അറ്റ് പർട്ടിക്കുലർ ടൈംസ് കൂട്ടി നിർത്തി അതിനെ മറികടക്കാൻ നമ്മുടെ ശരീരം അഡാപ്റ്റേഷൻ കൊണ്ടുവന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചേഞ്ചുകളെല്ലാം. അപ്പം ചെറുപ്പത്തിൽ ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പുള്ള കാലത്ത് അതൊരു 15-20 വയസ്സുള്ളൊരു വ്യക്തി 50-60 വർഷം ഭക്ഷണം ഇച്ചിരിയൊക്കെ അവഗണിച്ചും തിരക്കിട്ടും വിട്ടുപോയും ഒക്കെ വൈകിപ്പോയും മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് സ്കിപ്പ് ചെയ്തൊക്കെ പോയാൽ 50-60 വർഷം കൊണ്ട് 3 ഘട്ടമായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ കറക്റ്റ് ഒരു ഘട്ടമൊന്നുമില്ല, ഒരു ഏകദേശം ഒരു ധാരണയ്ക്ക് വേണ്ടി സൂചിപ്പിച്ചതാണ്. അപ്പം ആദ്യം ഇവിടെ നിന്നൊക്കെ ചില വ്യക്തികളിൽ ടിംപാനിക് മെംബ്രെയിനിൽ നിന്ന് കടമെടുക്കും. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ടിംപാനിക് മെംബ്രെയിൻ കേട് വന്നിട്ട് ഇയറിൽ ഹോൾ ഉണ്ടാകുന്ന ഓട്ടൈറ്റിസ് മീഡിയ പോലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ ഏതാണ്ട് എല്ലാ വ്യക്തികളും തന്നെ മൂക്കിൻ്റെ ഡിവിഷൻ നേസൽ സെപ്റ്റത്തിൽ നിന്ന് വലിക്കും. അപ്പം അവിടുത്തെ കൊളാജൻ വലിച്ച് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കി അപ്പോഴത്തെ എനർജി ആവശ്യങ്ങൾ നിറവേറ്റും. മൂക്കിന് വളവും ദശയും, തുമ്മൽ അലർജി, ഏർലി മോർണിംഗ് തുമ്മൽ, സ്നീസിങ്, ഡസ്റ്റ് അലർജി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇതിന് അലർജിക്ക് വേറെ ബേസ് കൂടെ ഉണ്ട്, ഹൈ സീറോ ഇമ്യൂണോഗ്ലോബുലിൻ. അത് ആക്ച്വലി ഇതുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. ഭക്ഷണം കിട്ടായിരുന്നാൽ നമ്മൾ ഇറിറ്റബിൾ ആവില്ലേ. അപ്പം ഇടവേളകളിൽ ശക്തമായി ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുന്ന ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ബ്രെയിൻ വിൽ ബി ഇറിറ്റബിൾ. അപ്പോൾ അത് സീറോ IgE കൂട്ടി നിർത്താൻ ബ്രെയിനിനെ പ്രേരിപ്പിക്കും. അപ്പം മൂക്ക്, അത് കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെയും നടുവിൻ്റെയും കുറച്ചുകൂടെ ശരീരം വലുതാകുമ്പോൾ ഗ്ലൂക്കോസ് റിക്വയർമെൻറ്റ് കൂടുമ്പോൾ നമ്മുടെ ഭക്ഷണക്രമം കുറച്ചുകൂടെ കൂടുതൽ തെറ്റാൻ സാധ്യതയുള്ള സമയങ്ങളിൽ 15, 20, 30, 40 വയസ്സുകളിൽ എത്തുമ്പോഴത്തേക്കും ഡിസ്ക് പ്രോബ്ലംസ്, നട്ടലിൻ്റെ ഡിസ്കിൽ നിന്ന് ഗ്ലൂക്കോസ് കടം മേടിക്കും. അതിനെ തുടർന്ന് പിന്നെ ഡിസ്ക് തേയ്മാനമോ ബൾജിങ്ങോ ഒക്കെ കാരണം ഉണ്ടാകുന്ന നെർവ് കംപ്രഷൻ കൊണ്ടുണ്ടാകുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം, പുറത്തെ വേദന, നെഞ്ചിൻ്റെ വേദന, വയറിലെ നീർക്കെട്ട് അഥവാ കോസ്റ്റോകോൺഡ്രൈറ്റിസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യും. ഇതെല്ലാം പനിയോ നീർക്കെട്ടോ സാഹചര്യങ്ങളിൽ കൂടുകയും ചെയ്യാം. മൂന്നാമത്താണ് അപകടം അത്തിയറോസ്ക്ലെറോസിസ്. രക്തക്കൊള്ളികളുടെ ഭിത്തിയിൽ നിന്ന് അത് കടം എടുത്ത് ഗ്രാജുവലി കൊളസ്ട്രോളും കാൽസ്യം പ്ലേറ്റ്ലെറ്റും സ്റ്റിക്കായിട്ടുള്ളതൊക്കെ രക്തത്തിലുള്ളത് ഒട്ടിപ്പിടിച്ച് ബ്ലോക്കിൻ്റെ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്പീഡ് കൊറോണയ്ക്ക് ശേഷം 15-20 മടങ്ങ് കൂടിയിട്ടുണ്ട്. അതൊരു ഫാക്ടർ. ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പുള്ള സാഹചര്യത്തിലേക്ക് പോകാം. ഇത് ഒരു വശത്ത് കടം വാങ്ങൽ പ്രക്രിയയാണ്, ബോറോയിങ് പ്രക്രിയയാണ്. മറുവശത്ത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് മതിയാകാതെ വരുമ്പോൾ സ്ഥിരം പ്രശ്നത്തിന് ശരീരം സ്ഥിരപരിഹാരം തേടി തുടങ്ങും. അപ്പോൾ പുള്ളി റിഫ്ലക്സ് മെക്കാനിസംസ് ത്രൂ സിമ്പത്തറ്റിക് നെർവ് ആക്ടിവിറ്റി കൂട്ടി നിർത്തി ഇടവേളകളിൽ ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുന്ന പ്രശ്നം മറികടക്കാൻ വേണ്ടി ചില വ്യക്തികളിൽ ഗ്ലൂക്കോസ് ലെവൽ തന്നെ റിഫ്ലക്സ് മെക്കാനിസംസ് വഴിയായിട്ട് ഉയർത്താൻ ശ്രമിക്കും. ഇതാണ് ഡയബറ്റീസ് ചുരുക്കി പറഞ്ഞത്. അല്ലെങ്കിൽ ഇടവേളകൾ ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുമ്പോൾ രക്തത്തിലെ ഓരോ യൂണിറ്റിലും അളവ് രക്തത്തിന് ഗ്ലൂക്കോസിൻ്റെ കുറയുകയാണല്ലോ. അത് മറികടക്കാൻ BP തന്നെ കൂട്ടി നിർത്തി, ബ്ലഡ് പ്രഷർ തന്നെ കൂട്ടി നിർത്തി 1.5 ലോറി ബ്ലഡ് വീതം ബ്രെയിനിനെ എത്തിച്ച്, ചുമ്മാ ആർബിട്രേറ്റ് പറഞ്ഞാണ്, നമ്മൾ ഹൈ ബ്ലഡ് പ്രഷറിനാക്കി ഇടയ്ക്ക് ഗ്ലൂക്കോസ് കുറഞ്ഞ പ്രശ്നം മറികടക്കാൻ നോക്കുക. നമ്മൾ ഹൈപ്പർ ടെൻസീവായി. ഞാൻ സാധാരണ ഇഡിയോപ്പതിക് ഹൈപ്പർ ടെൻഷൻ്റെയും ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെയും കാര്യം പറഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റീസ് വേറെ രീതിയിലാണ് ഞാൻ പറയാം. അപ്പം അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് രക്തം വഴി വലിച്ച് ലിവറിലെത്തിച്ച് കൺവേർട്ട് ചെയ്ത് കൃത്രിമ ഗ്ലൂക്കോനിയോജനസ് വഴി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മൾക്ക് രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ പ്രസൻസ് കൂടുതലായിട്ട് കാണും.
ഇതാണ് സംഭവിക്കുന്നത്. ഇനി എങ്ങനെയാണ് റിഫ്ലക്സ് മെക്കാനിസം ത്രൂ ഡയബറ്റീസ് ക്രിയേറ്റഡ് ആവുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ മെക്കാനിസം. നോർമലി ഒരു വ്യക്തിയിൽ, സാധാരണ ഒരു ഡയബറ്റീസ് എന്ന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയിൽ എന്താ സംഭവിക്കുന്നത്? ഇൻസുലിൻ ഒരു പോസിറ്റീവാണെന്ന് സങ്കല്പിക്കുക. ഗ്ലൂക്കോസ് പാക്കറ്റുകളിട്ട് പുള്ളി രക്തം വഴി സഞ്ചരിക്കുന്നു, ഓരോ കോശത്തിൻ്റെയും സെല്ലിൻ്റെയും ഡോറിലെത്തി അതിൽ മുട്ടുന്നു. 10 പാക്കറ്റ് വെച്ചിട്ട് കൊടുത്ത് പോകുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രക്തത്തിലെ ഷുഗർ ലെവൽ 70യോ 80യോ 90യോ നോർമൽ ലെവൽ ആണ് സിറ്റുവേഷൻ. ഇടവേളകളിൽ ഗ്ലൂക്കോസിനെ ഞെരുക്കം നേരിടുന്ന ബ്രെയിൻ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ കമ്മിറ്റി കൂടുന്നു എന്ന് വിചാരിക്കുക. സ്ഥിരപരിഹാരം തേടും. കമ്മിറ്റി കൂടി തീരുമാനമെടുക്കും. റിഫ്ലക്സ് മെക്കാനിസം വഴി സ്ഥിരം ലെവലിൽ തന്നെ കൂട്ടി നിർത്തി ഇടവേളകളിൽ കുറയുന്ന പ്രശ്നം മറികടക്കാൻ നോക്കും. എന്താണ് ഡയബറ്റീസ്? അതെങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? നമ്മൾക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീടുകളിലേക്ക് പാലോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ബ്രെയിൻ കുറേ നാൾ കഴിയുമ്പോൾ അത്ര ഉദാരമതി ആകണ്ടെന്ന് തീരുമാനിക്കും. സെറ്റിങ്സ് ചേഞ്ച് ചെയ്യും. സോ ദാറ്റ് ഇൻസുലിൻ മുട്ടിയാലും കോശങ്ങളുടെ സെല്ലുകളുടെ വാതിലുകൾ ഭാഗികമായി തുറക്കുകയുള്ളൂ. 10 പാക്കറ്റ് വെച്ച് ഓരോ കോശത്തിനും കയറി പോകേണ്ടതിന് പകരം 6-7 വെച്ച് കയറുകയുള്ളൂ, അല്ല അതിലും കുറവ്. അപ്പോൾ ബാക്കി 3-4 വെച്ചിട്ട് രക്തത്തിൽ പിടിച്ചു നിർത്തും. ഇടവേളകളിൽ കുറയുമ്പോൾ ബ്രെയിനിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. കാരണം പെരിഫറയിൽ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സും ബ്രെയിനിന് ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സും ഡിഫറെൻ്റ്. അപ്പം പെരിഫറൽ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഗ്ലൂക്കോസ് ബ്രെയിനിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ രക്തത്തിൽ തളം കെട്ടി നിർത്തുകയാണ് പുള്ളിയുടെ ബുദ്ധിമുട്ട് മറികടക്കാൻ. പക്ഷേ അത് രക്തത്തിലപ്പോൾ അത് എന്താ പറയുക, ഒരു ഡെപ്പോസിറ്റോ വേസ്റ്റോ ചെളിയോ പോലെ ബാക്കി നിൽക്കുകയാണ്. അത് നെർവിലും കിഡ്നികളും റെറ്റിനലും ബ്ലഡ് വെസൽസിനകത്ത് തന്നെയും ഒക്കെ അടിഞ്ഞുകൂടി ഡയബറ്റീസിൻ്റെ പരിണത ഫലങ്ങൾ, സൈഡ് എഫക്ട്സ് ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യും. ഇതാണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. ഇതൊരു റിഫ്ലക്സ് മെക്കാനിസം ആണല്ലോ. ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെ തന്നെയാണല്ലോ. നമ്മളൊരു കാർ ഓടിക്കാൻ പഠിക്കുന്ന ഒരു റിഫ്ലക്സ് മെക്കാനിസം, ഡ്രൈവിങ് പഠിക്കുന്നത് അതെങ്ങനെയാണ്? അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ പഠിച്ചാലും അതൊരു എറണാകുളം പോലെയോ ന്യൂഡൽഹി പോലെയോ തിരുവനന്തപുരം പോലെയോ കാലിക്കറ്റ് പോലെയോ വലിയ സിറ്റിയിലേക്ക് എടുക്കാൻ പാകത്തിന് നമുക്ക് ഡ്രൈവിംഗ് റിഫ്ലക്സ് സെറ്റ് ആവണമെങ്കിൽ 6 months to 1 year അതിന് മുകളിലേക്കോ ചില ആളുകൾ എടുക്കും, ഡിപ്പെൻഡിങ് ഓൺ ആ വ്യക്തിയുടെ ബ്രെയിൻ, പുള്ളിയുടെ സിമ്പത്തറ്റിക് നെർവോ ഓർ ആക്ടിവിറ്റിയോ പോലെ ഇരിക്കും. അപ്പോൾ അതിന് മുമ്പാണെങ്കിൽ, ആ റിഫ്ലക്സ് സെറ്റ് ആവുന്നതിന് മുമ്പാണെങ്കിൽ, അതായത് ഈ 6 months 1 year മുമ്പാണെങ്കിൽ നമുക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത എല്ലാ കേസുകളും ഭക്ഷണത്തിലെ സമയക്രമത്തിലെ ഗ്യാപ്പ് കണ്ടുപിടിച്ച് അത് പരിഹരിച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചഭക്ഷണത്തിനോ കഴിക്കുന്ന പോലെ വലിയ ഹെവി അളവൊന്നും വേണ്ട. ഒരു തിൻ സ്ലൈസ് മുള്ളവെള്ളരിയോ ക്യാരറ്റോ ആപ്പിളോ ഈവൻ ഒരു ബിസ്ക്കറ്റോ വാട്ടവർ. ഏതൊരു സുഹൃത്ത് ലഡുവൊക്കെ കൊടുത്ത് ഗ്ലൂക്കോസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ മെക്കാനിസം ആയിരിക്കണം പുള്ളി ശ്രമിക്കുന്നത്. കൂടുതൽ കഴിച്ച പ്രശ്നം അത് വേറെ. അപ്പോൾ മെക്കാനിസം, ആ ബാലൻസ്, ശരീരത്തിനകത്ത് ഈ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ ബാലൻസ് തെർമോസ്റ്റാറ്റ് പോലെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷൻ വഴിയോ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, കൂടുതലായിട്ട് മധുരം കഴിച്ചാൽ, കൂടുതലായിട്ട് ഉപ്പ് കഴിച്ചാലും നമുക്ക് ഷുഗർ ആവട്ടെ, ഡയബറ്റീസ് ആവട്ടെ, ബി പി ആവട്ടെ അധികരിച്ച് നിൽക്കും. അതിന് മുമ്പ് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഹിസ്റ്ററിയുള്ള പേരൻസ് ഉള്ള അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലോ 2 പേർക്കും ഉള്ള കുട്ടികൾ ഭക്ഷണം നന്നായിട്ട് കഴിച്ചാൽ ആക്ച്വലി ഡയബറ്റീസ് വരാനുള്ള സാധ്യത കുറയുക ചെയ്യുക. അതിനൊരു ചെറുപ്പം പോലെ അച്ഛനും അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് കരുതി ഭക്ഷണം ഞെരുക്കി കഴിഞ്ഞാൽ അവർക്ക് ഡയബറ്റീസിൻ്റെ ഇടവേളകളിൽ ഗ്ലൂക്കോസ് പറയുന്ന പ്രശ്നം കൂടുതൽ രൂക്ഷമായിരിക്കും. അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഡിസ്ലിപ്പിഡിമിയോ അല്ലെങ്കിൽ മറ്റ് ഞാൻ പറഞ്ഞ എത്തിറോസ്ക്ലറോസിൻ്റെ പരിണതഫലമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളോ, കൊറോണയ്ക്ക് ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ സ്പീഡ് അതൊരു ഈ പറഞ്ഞ രീതിയിൽ 15-20 മടങ്ങ് ആയതുകൊണ്ട് വലിയ അപകടത്തിലേക്കും ഒരുപക്ഷെ പോവാം. ഹാർട്ട് ഡിസീസ്, കൊറോണറി ഹാർട്ട് ഡിസീസ് മാത്രമല്ല ഇതുപോലെ വരുന്നത്. ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നതും ആക്സിലറേറ്റഡ് ഹൈപ്പർ ടെൻഷൻ വരുന്ന ഗ്ലൂക്കോസ് അതിശക്തമായി കുറയുന്ന ഒക്കേഷൻസിലാണ്. പെട്ടെന്ന് ഗ്ലൂക്കോസ് തൊണ്ടയിൽ മറ്റൊരു വൈറസ് ഉള്ള സമയത്ത് അതിശക്തമായി കുറയുമ്പോൾ, സ്പീഡ് കൂടിയ വൈറസ് ആണെങ്കിൽ അതിശക്തമായി ഗ്ലൂക്കോസ് കുറയും. പെട്ടെന്ന് ബ്രെയിനിന് ഗ്ലൂക്കോസ് എത്തിക്കാൻ വേണ്ടി അതിശക്തമായി പ്രഷർ അങ്ങോട്ടേക്ക് ആ ഏരിയയിലേക്ക് കൂട്ടും. അതാണ് ആക്സിലറേറ്റഡ് ഹൈപ്പർ ടെൻഷൻ. അപ്പം ഭക്ഷണം, പണ്ടത്തെ തലമുറ 2-3 തലമുറ മുമ്പൊക്കെ ആളുകൾക്ക് തിരക്ക് കുറവായിരുന്നു. ഭക്ഷണം സമയത്തിന് കഴിക്കാൻ സമയമുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, ഞാൻ കോമൺ പാർലൻസ് ഉപയോഗിച്ചാണ്, ഈ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളാവട്ടെ എല്ലാം കുറവായിരുന്നു.
ഇനി അപ്പം ഡയബറ്റീസ് ഇതാണ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഇതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഈ 2.5 മണിക്കൂർ ഗ്യാപ്പ് എവിടെയാണ് കണ്ടുപിടിച്ചത്. ഇനി അത് സിഗ്നിഫിക്കൻ്റാണ്. കൊറോണയ്ക്ക് ശേഷം ഗ്ലൂക്കോസ് മെറ്റബോൾസിൽ ഈ ചേഞ്ച് വന്നതിന് ശേഷം ഇത് സിഗ്നിഫിക്കൻ്റാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ 6 മാസത്തിൽ താഴെയുള്ള ഏത് ഡയബറ്റീസും, ഹൈപ്പർ ടെൻഷൻ ടൈപ്പ് 2 ആൻഡ് ഇഡിയോപ്പതിക് ഹൈപ്പർ ടെൻഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാം. 1 വർഷം വരെയുള്ളത് മിക്കവാറും കേസുകൾ റിവേഴ്സ് ചെയ്യാം, 80%ഓളവും. ചില കേസുകൾ 1.5 വർഷം വരെയുള്ള റിവേഴ്സ് ചെയ്യാം. പ്രോബ്ലം ഡോക്ടർമാരെല്ലാം മരുന്നെഴുത്തുകാരാണെന്നുള്ള ധാരണയിൽ പേഷ്യൻസ് നമ്മുടെ അടുത്തെത്താൻ വൈകും. അപ്പോൾ നമുക്ക് പലപ്പോഴും 2 വർഷമോ 3 വർഷം കഴിഞ്ഞ് ഒത്തിരി ഹൈ ആയിട്ട് വരുമ്പോൾ ആ റിഫ്ലക്സ് മെക്കാനിസം സെറ്റായി പോയതുകൊണ്ട് മരുന്ന് കൂടെ ഇടേണ്ടതായിട്ടുണ്ട്. ഇനി മരുന്ന് കഴിച്ചിട്ട് കിഡ്നി ഡിസീസ് വരുന്നു എന്നൊരു തെറ്റിദ്ധാരണ പലർക്കുണ്ട്. അറിവുള്ളവർക്ക് തന്നെയുണ്ട്, പലരും തെറ്റിദ്ധാരണയായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മളുടെ കിഡ്നിയാണല്ലോ മെയിനായിട്ടും ശരീരത്തിൽ നിന്ന് നമ്മൾ കഴിച്ച ഭക്ഷണ വസ്തുക്കളുടെ ആവട്ടെ, മരുന്നുകളുടെ ആവട്ടെ, മറ്റ് വസ്തുക്കളുടെ ആവട്ടെ, മെറ്റബോളിക് പ്രോഡക്ട്സ്, ഉപാപചയ പ്രക്രിയയ്ക്ക് ശേഷമുള്ള ബാക്കി വസ്തുക്കളെ മെയിനായിട്ടും പുറത്തേക്ക് തള്ളിക്കളയുന്ന യൂറിൻ വഴിയൊക്കെ ആയിട്ട്. ലിവറും തല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ച് പറഞ്ഞാൽ 600-800 മരുന്നുകളുണ്ട്. ആ മോളിക്യൂൾസിൽ ഒരു 80% കൂടുതലും കിഡ്നി വഴി മാത്രമാണ്. കുറച്ചെണ്ണം കിഡ്നിയും ലിവറും വഴി പോകും, അതിൻ്റെ മെറ്റബോളിക് എൻഡ് പ്രോഡക്ട്സ്. കുറച്ചെണ്ണം മാത്രം ലിവർ വഴി. അപ്പം മെറ്റ്ഫോമിൻ ഉൾപ്പെടെയുള്ള അതൊക്കെ ഒത്തിരി ടൈം ടെസ്റ്റഡ് മരുന്നാണ്. അപ്പം കിഡ്നി വഴി ആണ് അതും പോകുന്നത്. അപ്പം അസുഖം ബാധിച്ച ഒരു കിഡ്നിക്ക് മെറ്റ്ഫോമിൻ ഉൾപ്പെടെയുള്ള ഈ 600ഓളം മരുന്നുകളെ വഹിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അത് പുറന്തള്ളാനുള്ള കപ്പാസിറ്റി കുറയുമ്പോൾ രക്തത്തിൽ തളം കിട്ടും. അതുകൊണ്ടാണ് ഡയബറ്റീസ്, കിഡ്നി ഡിസീസൊക്കെ ബാധിച്ചവർക്ക് മെറ്റ്ഫോമിൻ പോലുള്ള പല മരുന്നുകളുടെ അളവ് കുറയ്ക്കുന്നത്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ മരുന്ന് കഴിച്ചിട്ടല്ല ശരിക്കും കിഡ്നി ഡിസീസ് വരുന്നത്. വേറെ പല കാരണങ്ങൾ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരുന്നത് വളരെ സിമ്പിളായിട്ട് പറയും. നമുക്ക് വയറിൽ നല്ല വിശപ്പ് വന്നാൽ കത്തിക്കാളുന്ന വിശപ്പ് വരില്ലേ. അപ്പോൾ അതുപോലെ ദഹിപ്പിക്കാൻ ഗ്ലൂക്കോസ് കിട്ടിയില്ലെങ്കിൽ എനർജി ഉണ്ടാക്കാനുള്ള വേറെ ഓക്സിഡേറ്റീവ് എന്താ പറയുക റാഡിക്കൽസ് കിഡ്നി ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും പ്രവർത്തിക്കും. നമ്മുടെ കയ്യിലേക്കും മൂക്കിലേക്കും തലയിലേക്കും ഹൃദയത്തിൻ്റെയും മറ്റ് മസിൽ ഭാഗങ്ങളിലേക്കും എല്ലാം പോകുന്ന രക്തം കിഡ്നി വഴി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു ഭാഗമാണ് കിഡ്നി. പ്രത്യേകിച്ച് അത് വളരെ ലോലമായിട്ടുള്ള നെഫ്രോൺസ് യൂണിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഡയബറ്റീസ്. അപ്പം പയറിൻ്റെ ചാക്കോ അരിയുടെ ചാക്കോ 20 കിലോയുടെ ഒരു ചാക്ക് ഇവിടെ നിന്ന് മുറ്റത്തേക്ക് എടുത്ത് വയ്ക്കാൻ നമുക്കൊക്കെ പറ്റും, കുഴപ്പമില്ലാതിരിക്കുമ്പോൾ. എന്തെങ്കിലും കാരണവശാൽ നടു ഒടിഞ്ഞ വ്യക്തിക്ക് സെയിം അതേ വസ്തു ആ ചാക്ക് മുറ്റത്തേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കിഡ്നി ഡിസീസ് നടു ഒടിഞ്ഞതുകൊണ്ടാണ് എന്ന് വെച്ചിട്ട് ആ വസ്തു ചുമന്നിട്ടാണ് പുള്ളിക്ക് നടു ഒടിഞ്ഞത് അല്ല, അങ്ങനെയല്ല ഇത് വരുന്നത്. ഇതിന് വേറൊരു കാരണമാകുന്നത് ഡയബറ്റീസ് പലർക്കും നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും അത്ര പെർഫെക്റ്റ്ലി കൺട്രോൾഡല്ല. കൊളസ്ട്രോളിന് നമുക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഫാമിലി ഹിസ്റ്ററി അനുസരിച്ചിട്ട് 240 അല്ലെങ്കിൽ 250 ഒരു അപ്പർ ലെവലായിട്ടും, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസോ സ്ട്രോക്കോ ഒന്നും ഇല്ലാത്തവർക്ക് 200 അങ്ങനെയൊക്കെ. ഹൈപ്പർ ടെൻഷന് നമുക്ക് ചെറിയൊരു ഇളവുണ്ട് ഏജ് അനുസരിച്ചിട്ട്, ഒരു 10 അളവൊക്കെ. അതിന് കാരണമുണ്ട്, അത് രക്തക്കുഴലുകൾ ഗാർഡൻ ഹൗസ് പോലെ കാലം എത്തുമ്പോൾ കല്ലിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പുറത്തുനിന്ന് മെഷർ ചെയ്യുന്ന അളവായിരിക്കില്ല അകത്തുനിന്ന് മെഷർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് 150 വരെയൊക്കെ സാധാരണ സ്ഥിതിയിൽ, മറ്റ് കോമോർബിഡിറ്റീസ് ഹാർട്ട് ഡിസീസോ സ്ട്രോക്കൊക്കെ ഇല്ലെങ്കിൽ ഡോക്ടർമാർ അനുവദിക്കാറുണ്ട് ഏജ് അനുസരിച്ചിട്ട് 70 വയസ്സായവർക്കോ അങ്ങനെയൊക്കെ. ഞാൻ കൃത്യമായിട്ടല്ല പറയുന്നത്, റഫായിട്ട് പറഞ്ഞത്. പക്ഷേ ഡയബറ്റീസിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അതൊരു ക്യൂമുലേറ്റീവ് എഫക്റ്റ്. അതുകൊണ്ടാണ് സൈലൻറ്റ് കില്ലർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ യൂണിറ്റ് ഉണ്ടാണ്, നമ്മൾ പറയുന്നത് 70 to 110 നോർമൽ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ നോർമൽ. 120 എബോവ് പോയാൽ നമ്മൾ അത് 125 എബോവ് പോയ ഡയബറ്റീസ്, 124 വരെ പ്രീ ഡയബറ്റീസ്, അങ്ങനെയൊക്കെ. എന്ത് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഗ്ലൂക്കോസിനെ ഇങ്ങനെ പോസ്റ്റ്മാൻ പോലെ ഇൻസുലിൻ കൊണ്ട് നടക്കുന്നു. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇൻസുലിൻ ചെന്ന് മുട്ടിയാലും അതിൽ തുറക്കാതെ ഭാഗികമായി മാത്രം തുറക്കുന്നു. 3, 4, 5 പാക്കറ്റ് വെച്ചിട്ട് രക്തത്തിൽ പിടിച്ചു നിർത്തുന്നു. ഇത് എവിടെയൊക്കെ ഡെപ്പോസിറ്റായി ഡയബറ്റീസിൻ്റെ സൈഡ് എഫക്ട്സ് ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം നമുക്ക് സമൂഹത്തിൽ കാണാം 140, 150 ഒക്കെ ഫാസ്റ്റ് ഷുഗർ ഉള്ളവർ. പണ്ട് എനിക്ക് 250, 150 ഉള്ളൂ എന്ന് അഭിമാനത്തോടെ പറയുന്നവർ. അപ്പോൾ അത് കൺട്രോളിലാണ് എന്നാണ് അവരുടെ പൊതുവെയുള്ള ധാരണ. ഒരു പൊടിക്ക് കൂടിയിരിക്കുന്നത് നല്ലതാണെന്നും ഇതിനെക്കുറിച്ച് ഒത്തിരി വാദപ്രതിവാദങ്ങളുണ്ടല്ലോ.
അപ്പോൾ 140 അല്ലെങ്കിൽ 150 ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറായിട്ട് പോകുന്ന ഒരാളുടെ കഥ എടുത്താൽ അത് മില്ലിഗ്രാം പെർ ഡെസിലിറ്ററാണ്. നമുക്ക് ഏകദേശം 5 ലിറ്റർ ബ്ലഡ് അല്ലെങ്കിൽ 4.5 ലിറ്റർ ബ്ലഡ് ഒരു ദിവസം രക്തം ശരീരത്തിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്, സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം 1 ഡെസിലിറ്റർ എന്ന് വെച്ചാൽ 1 ലിറ്ററിൻ്റെ 10 അപ്പോൾ ഓരോ ഡെസിലിറ്ററിലും അപ്പർ ലിമിറ്റ് എത്ര? 110 അല്ലേ? 110 ഡിഫറൻസ് എത്ര? 158, 158, 30, 40. അപ്പോൾ 30 to 40 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വെച്ച് അവരിൽ ഓരോ ദിവസവും അധികമായിട്ട് രക്തത്തിൽ തളം കെട്ടുകയാണ്. അതെങ്ങോട്ടും പോകുന്നില്ല. അത് വേസ്റ്റ് പോലെ, ഡെപ്പോസിറ്റ് പോലെ, ചെളി പോലെ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഡെപ്പോസിറ്റഡായി അതിൻ്റെ സൈഡ് എഫക്റ്റ് വരിക. അപ്പം ഒരു വ്യക്തിക്ക് ഇപ്പോൾ 140, 150 ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉള്ള ഒരു വ്യക്തിക്ക് എത്ര ശരിക്കും ഒരു ദിവസം എക്സസ്, ആ യൂണിറ്റ് ആദ്യം അബോളിഷ് ചെയ്യണം. അപ്പോൾ ഓരോ ഡെസിലിറ്ററിലും 30, 40 വെച്ചിട്ട് 5 ലിറ്ററിൽ എത്രയാവും? 5 ലിറ്റർ അഥവാ 50 ഡെസിലിറ്ററിൽ 50 × 30 1500, 150 ഫാസ്റ്റിംഗ് ഷുഗർ വെക്കുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം 1.5 ഗ്രാം, 1.5 ഗ്രാമിൻ്റെ 300 ദിവസം എത്രയായി? 540, 540 ഗ്രാം, 5.5 കിലോഗ്രാം. അങ്ങനെ 15 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ അവർ ഏറ്റവും സിമ്പിളായിട്ട് വലിയ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും മെറ്റ്ഫോമിനായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡോക്ടർമാർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവുക. അവർ പറയും 20 വർഷം കഴിയുമ്പോൾ ഞാൻ മെറ്റ്ഫോമിൻ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ പലപ്പോഴും ഡോക്ടർമാർ ഒരു തവണ ഉണ്ട്, പിന്നെ 5 വർഷത്തേക്ക് അവർ കാണില്ല. അപ്പോൾ ഡോക്ടർ എഴുതിയ ആദ്യത്തെ മരുന്നായിരിക്കില്ല ഇപ്പോൾ വേണ്ടത്. കുറേ ചേഞ്ചുകൾ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഗ്രാജുവലി കൂടി വരും. അപ്പം നമ്മുടെ പാങ്ക്രിയാസിൻ്റെ വർക്ക് ലോഡും കൂടി വരും. പാങ്ക്രിയാസ് ഗ്രാജുവലി ഫാക്ടറി അടച്ചു കൂട്ടേണ്ട സ്ഥിതിയിലേക്ക് കമ്പനി ക്ഷയിച്ചു പോകും. അങ്ങനെയാണ് കുറേ വർഷങ്ങളിലൂടെ പലർക്കും ഇൻസുലിൻ വേണ്ടി വരുന്നത്, റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുന്നത്. അതർ ദാൻ ഈ മെറ്റ്ഫോമിൻ പോലുള്ള ഇൻസുലിൻ അല്ലെങ്കിൽ ഗ്ലിമിപ്രൈഡ് പോലുള്ള ഇൻസുലിൻ കോശങ്ങളിലേക്ക് എൻട്രി ബെറ്റർ ആക്കുന്ന മരുന്നുകൾക്ക് പകരം ഇൻസുലിൻ തന്നെ പുറമേ നിന്ന് സപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വന്ന് പാങ്ക്രിയാസിൻ്റെ കപ്പാസിറ്റി തീർന്ന് പാങ്ക്രിയാസ് പെട്ടെന്ന് അടച്ചു പൂട്ടേണ്ട സാഹചര്യം വരുമ്പോഴാണ് 20 വർഷമോ 15 വർഷമൊക്കെ കഴിയുമ്പോഴോ അതിനപ്പുറത്തേക്കോ, ഡിപ്പെൻഡിങ് ഓൺ വ്യക്തി. അപ്പം അതാണ് ഇൻസുലിൻ. ചിലർക്ക് തുടക്കത്തിൽ സാധാരണ എല്ലാവർക്കും ഇൻസുലിൻ വേണ്ടി വരുന്നില്ല. എവിടെ തുടങ്ങിയെന്ന് കിട്ടുപോയി. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതാണ്. മരുന്നുകൾ തുടക്കത്തിൽ കഴിയുന്നതും ഒഴിവാക്കാൻ പറ്റും. ചെറിയ എക്സസൈസ് 30 മിനിറ്റൊക്കെ പറയുമെങ്കിലും 5-10 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ പോലും മെജോറിറ്റി ആളുകൾക്കും തുടക്കത്തിൽ ആ 2.5 മണിക്കൂർ ഇൻ്റർവെൽ കണ്ടുപിടിച്ച് പരിഹരിക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ ബുദ്ധിമുട്ട് ഞെരുക്കാൻ സമയങ്ങളിൽ കുറയും. ഇപ്പം കൃത്യമായിട്ട് കൂട്ടി നിർത്തേണ്ട ആവശ്യകത പുള്ളിക്ക് കുറയും. ആ റിഫ്ലക്സ് മെക്കാനിസം സെറ്റ് ആവുന്നതിന് മുമ്പ് ഉള്ള വർഷങ്ങളിലാണെങ്കിൽ 1-6 മാസത്തിനുള്ളിലോ ഒക്കെ ആണെങ്കിൽ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഹൈപ്പർ ടെൻഷനും സാധാരണ സെല്ലിൽ പ്രൈമറി ഇഡിയോപതിക് ഹൈപ്പർ ടെൻഷനും ഇതുപോലെ തന്നെ എസൻഷ്യൽ ഹൈപ്പർ ടെൻഷനും നമുക്ക് ഇതുപോലെ തന്നെ. ആക്സിലേറ്റഡ് ഹൈപ്പർ ടെൻഷൻ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴും മറ്റു കാരണം കൊണ്ട് ഗ്ലൂക്കോസ് അതിശക്തമായി താഴുമ്പോഴാണ്. അപ്പോൾ ഉടനടി അല്പം ഗ്ലൂക്കോസും തൊട്ട് കുറേ ചോക്ലേറ്റ് പോലെ പെട്ടെന്ന് കയറി എന്നാൽ 2-3 മണിക്കൂർ എഫക്റ്റ് നീണ്ടു നിൽക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ കൊടുത്താൽ ആക്സിലേറ്റഡ് ഹൈപ്പർ ടെൻഷൻ ഈവൻ വിത്തൗട്ട് മെഡിക്കേഷൻ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് മാനേജ് ചെയ്യാം. 150 മുകളിലേക്ക് സിസ്റ്റോളിക് BP 100 മുകളിലേക്ക് ഡയസ്റ്റോളിക്കൊക്കെ പോയിട്ടുണ്ടാകുന്ന സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. സ്ട്രോക്ക് വേറൊരു സംഗതിയാണ്, ഞാൻ പിന്നെ വിശദീകരിക്കാൻ ഇപ്പോൾ സമയം കുറവാണ്. ഇതാണ് ഡയബറ്റീസിൽ സംഭവിക്കുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ജനിച്ചു വീഴുമ്പോഴേ തന്നെ ഡയബറ്റിക്കായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിലൊരു നല്ല പങ്ക് അത് ഇപ്പോൾ ഓൺ ദി ഇൻക്രീസ് ആണ് വേൾഡ് ഓവർ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തെ അമ്മമാർ ഹൈപ്പർ ഇൻസുലിനീമിക് ആയിരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ കുഞ്ഞിൻ്റെ ആ രക്തം വഴി കുഞ്ഞിനും അത് കിട്ടുകയാണല്ലോ ഇൻസുലിൻ. ആവശ്യത്തിന് ഇൻസുലിൻ ഉള്ളതുകൊണ്ട് അവരുടെ പാങ്ക്രിയാസ്, കുഞ്ഞുങ്ങളുടെ പാങ്ക്രിയാസ് അമ്മയുടെ യൂട്രസിലായിരിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കാൻ മടി കാണിക്കുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അത് മാത്രമല്ല വേറെ ഒത്തിരി കാരണങ്ങൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഡൻ കാർഡിയക് ഡെത്തിന് ഒരു വിശദീകരണം തരാൻ നോക്കാം.